ശിവൻകുട്ടി മിനിസ്റ്ററെ വലിയ രീതിയിൽ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണെന്ന് വായിക്കാം. LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് എന്ന് വിനയവിശ്വത്തിൻ്റെ പ്രസ്താവന കണ്ടു. ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ലക്ഷ്യമല്ല, അതെന്താണ് വിജയത്തിൻ്റെയും പ്രശ്നമല്ലെന്ന് മന്ത്രി പറഞ്ഞു. എന്താണ് അർത്ഥം? ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തെറ്റ് പറ്റി, ആ തെറ്റിൻ്റെ ഉത്തരവാദിത്തം ശിവൻകുട്ടിയാണെന്നാണ് അതിനർത്ഥം അല്ലേ? LDF രാഷ്ട്രീയത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ LDF രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾ തന്നെയല്ലേ ഈ പറഞ്ഞ ശിവൻകുട്ടിയും. അപ്പോൾ അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ തെറ്റ് പറ്റി തിരുത്തി അത് വിജയിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുക. അങ്ങനെയല്ല. എന്താണ് RSSൻ്റെ അജണ്ട കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയേണ്ട ആളെന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കാരണം അദ്ദേഹം എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നതിന് കാരണമുണ്ട്. കാരണം 71 വയസ്സായ ആളാണ്. ഏറ്റവും ആദ്യം SFIൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ ആളാണ്, സംസ്ഥാന സെക്രട്ടറി ആയ ആളാണ്, CITയുടെ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റ് ആളായാണ്, സംസ്ഥാന സെക്രട്ടറി ആയ ആളാണ്, 55 വർഷത്തെ CPM രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യമുള്ള ആളാണ് ശിവൻകുട്ടി. അപ്പോൾ അദ്ദേഹത്തെ പോയി ഇതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലിയൊന്നും ഇടതുപക്ഷവും LDF BJPൻ്റെ തുറക്കാൻ പോയ അക്കൗണ്ട് പൂട്ടിച്ച ആളാണ് അല്ലേ? അത്രയധികം BJPയോടും RSS രാഷ്ട്രീയത്തിനും പടപൊരുതിയ ഒരാൾ RSSന് വേണ്ടി എന്തോ അപരാധം ചെയ്തു എന്നുള്ള നിലയിൽ സംസാരിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് എന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാൻ മാത്രമുള്ള മനസ്സെത്തിയുള്ള ആളല്ല ശിവൻകുട്ടി എന്ന് കണക്കാക്കിയാൽ മതി.